ചർച്ച പോലും അനുവദിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവല്ലോ. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തന്നെ ഇടപെട്ട് ഈ ചർച്ച നിർത്തിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നുവല്ലോ. അദ്ദേഹം 2009-ലും 2014-ലും കെ.സി. വേണുഗോപാൽ ലോക്സഭയിൽ എത്തുന്നു. 2019-ൽ അദ്ദേഹം മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പിന്നെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ശരിക്കും ഈ വർഷം 2026 വരെ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വമുള്ളതാണ്. അതിനിടയിലാണ് രാജ്യസഭാ അംഗത്വം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം വീണ്ടും 2024-ൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സീറ്റ്, രാജ്യസഭാ സീറ്റ് BJPക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ് ഇപ്പോൾ അക്കരപ്പച്ച രാഷ്ട്രീയം പയറ്റുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ശരിക്കും ഇതൊരു അക്കരപ്പച്ച രാഷ്ട്രീയം എന്ന് തന്നെ പറയാമല്ലോ കെ.സി. വേണുഗോപാലിൻ്റെ ഈ മോഹം. തീർച്ചയായിട്ടും. അല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാര് അവര് ദില്ലിയിൽ എത്രമാത്രം അവർക്ക് ശക്തി ഉണ്ടാക്കാൻ പറ്റിയാലും അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്താൻ പറ്റിയാലും അവരെപ്പോഴും അവരുടെ ഒരു കണ്ണ് കേരളത്തിൽ തന്നെ ആയിരിക്കും. അത് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം 1965-ൽ തന്നെ PT ചാക്കോയുടെ മരണത്തിന് ശേഷം R ശങ്കറിൻ്റെ കോൺഗ്രസ്സിലുള്ള ആ പ്രതാപം നഷ്ടപ്പെട്ടതിന് ശേഷം 65-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഒരു ഔദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു CM സ്റ്റീഫൻ. പക്ഷേ 65-ലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല. കേരള കോൺഗ്രസും ഒന്നിച്ചില്ല. 67-ൽ സപ്തകക്ഷി മുന്നണി ഉണ്ടായി. അതിനുശേഷം കേരളത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതിന് ശേഷം വീണ്ടും അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് CM സ്റ്റീഫൻ ദില്ലിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഏത് തരത്തിലാണോ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലർ പറയാതെ കടന്നു പോകുന്നു എന്ന് പറയും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വേണു വിളികൾ നേരിട്ട് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ വേണുഗോപാലിൻ്റെ ഒരു രാഹുൽ ഗാന്ധിയുടെ മേലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും അത് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു വേള പ്രതിപക്ഷ നേതാവ് സ്ഥാനം അലങ്കരിച്ച CM സ്റ്റീഫൻ അദ്ദേഹം കേരളത്തിൽ 77-ലും 78-ലും അന്ന് അദ്ദേഹം ഒരു വട്ടം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിച്ച് തോറ്റതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം കാലുറപ്പിച്ചത്. കാരണം ഇവിടെ കരുണാകരനോട് അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു തലമുറ ഇളപ്പം ഉള്ള കരുണാകരനോട് അന്ന് തോറ്റു. അതുപോലെ കെ.സി. വേണുഗോപാൽ നീണ്ട 17 വർഷമായിട്ട് അദ്ദേഹം ദില്ലിയിലാണ്. 2009 മുതൽ അദ്ദേഹം ദില്ലിയിൽ പതുക്കെ ആദ്യം 2009-ൽ ജയിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ NSS അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ മന്ത്രിയായത് ശശി തരൂറാണ്. പിന്നീടാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. അപ്പോൾ അത് NSSൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നു. ആദ്യത്തെ തവണ ലോക്സഭാംഗമായ കെ.സി. വേണുഗോപാൽ കേന്ദ്രമന്ത്രിയാകുന്നു. സഹമന്ത്രിയാണെങ്കിലും അദ്ദേഹം സിവിൽ ഏവിയേഷൻ്റെ ഒക്കെ ചുമതലയുള്ള സഹമന്ത്രിയാകുന്നു. 2014-ന് ശേഷം കോൺഗ്രസിന് ഇന്ത്യയിൽ ഭരണമില്ല, ദില്ലിയിൽ ഭരണമില്ല. പക്ഷേ അദ്ദേഹം 2017-ന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ ഗോവയിലായിരുന്നു. അത് ഭരണം നഷ്ടപ്പെടുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. പക്ഷേ അന്നത്തെ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ദിഗ്വിജയ് സിംഗിൻ്റെ എന്തൊക്കെയോ പരാജയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. ദിഗ്വിജയ് സിംഗിനെ ഒരു ക്ഷണം കൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം കറിവേപ്പിലയാക്കുകയും പകരം കെ.സി. വേണുഗോപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇന്നർ ക്വാർട്ടറിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ ഒരു ട്രബിൾ ഷൂട്ടറായി മാറ്റുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രതിഭാസമായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത്. 2019-ൽ 18 അവസാനം രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, ഇതേ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റിനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് അവിടെ എങ്ങനെയാണോ മുഖ്യമന്ത്രിയായത്, അതിനുശേഷം ആ പദവിയിലെത്തിയ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ നീണ്ട 7 വർഷം ആ പദവിയിൽ ഇരുന്നതിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി ആഗ്രഹമുണ്ട് എന്ന് ഇതുപോലെ ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ അവരെയൊക്കെ പലതരത്തിൽ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ പലതരത്തിൽ ആക്ഷേപിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും അതിൽ സംശയിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി മോഹം എത്ര കലശലായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ പരിഹസിക്കുന്ന ഒന്നുകൂടി ആവുകയല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? വോട്ട് ചെയ്ത് ജനങ്ങളെ പരിഹസിക്കുന്ന ഒന്നുകൂടി ആവുകയാണല്ലോ. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ജനങ്ങളുടെ ചോയ്സിലേ ഉണ്ടായിരുന്നില്ല. അവർ LDFന് പകരം UDFനെ തെരഞ്ഞെടുക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പിണറായി സർക്കാരിനെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അവിടെ കെ.സി. വേണുഗോപാൽ ഒരു ചോയ്സേ ആകുന്നില്ലല്ലോ. എന്നിട്ട് പറന്നിറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് ഈ നേതാവ്.
അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ. KC വേണുഗോപാൽ കേരളത്തിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ആളല്ല. കാരണം അദ്ദേഹം അതിനേക്കാൾ വളരെ മുകളിലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കേരളത്തിലാണെങ്കിൽ നേതൃബാഹുല്യമുണ്ട്, നേതാക്കൾക്ക് ഒരു കുറവുമില്ല. ഇപ്പം രാജസ്ഥാനിലാകെ സച്ചിൻ പൈലറ്റോ അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടോ എന്ന 2 ഓപ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിൽ എത്രയോ ഒരു നീണ്ട നിര നേതാക്കളുണ്ട്. ഇപ്പോൾ K മുരളീധരൻ മുതൽ ശശി തരൂർ മുതൽ എത്രയോ നേതാക്കൾ ഈ സ്ഥാനത്തിന് അർഹരായവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിരയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും ഇതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും തന്നെയാണ് കേരളത്തിൽ ഈ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യത. കാരണം അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിനെ കേരളത്തിൽ നയിച്ചത്. കേരളത്തിലെ ഒരു 5 വർഷം കൂടുമ്പോൾ ഭരണം മാറിയിരുന്ന ആ പ്രക്രിയ കഴിഞ്ഞ തവണ പല കാരണങ്ങളാൽ ചെന്നിത്തലയുടെ കുഴപ്പങ്ങൾ ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. ഇത്തവണ VD സതീശൻ UDFനെ ഒരു ടീം UDF എന്ന നിലയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ അതിൽ പ്രധാനമായിരുന്നു. പിണറായി വിജയൻ്റെ അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആൻറ്റി ഇൻകംബൻസി 10 വർഷമായപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ വെറുത്തതും ഒക്കെ കാരണമായി. എങ്കിലും അവർ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് എന്ത് റോള് എന്ന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിച്ചു പോകും. പക്ഷേ കോൺഗ്രസിൽ ഇതൊക്കെ നടക്കും. കോൺഗ്രസിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഗാന്ധി കുടുംബം, അതും കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ ഇച്ഛയാണ് ഇവിടെ കോൺഗ്രസിൽ നടക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചാൽ അത് ഭൂമിയിൽ ആർക്കും തടയാൻ കഴിയില്ല. അദ്ദേഹം കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും മുഖ്യമന്ത്രിയായിട്ട്. പ്രത്യേകിച്ചും ഇവിടെ MLA-മാരുടെ കണക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെയായിരിക്കും എണ്ണം കൂടുതൽ. പക്ഷേ അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും, ജനങ്ങൾ എങ്ങനെ അതിനെ കാണും, അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളിടത്താണ് സംശയം. പിന്നെ ജനങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു ചോയ്സ് ആയിരിക്കില്ല ശ്രീ ആനന്ദ് കൊച്ചുകൂടി. നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചോയ്സ് അല്ല ഇത്തവണ KC വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇനിയും അവസരം കിട്ടുമായിരിക്കും. പക്ഷേ ഇത്തവണ KC വേണുഗോപാൽ അതിന് തുനിയരുത്. കാരണം ഇവിടെ നേതാക്കന്മാരുണ്ട്, ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടവരുണ്ട്. പക്ഷേ അവിടെ ശ്രീ മോഹൻ വർഗീസ് KCക്ക് വേണ്ടി വാദിക്കുന്നവരുടെ, KC വരട്ടെ എന്ന് പറയുന്ന ഒരു ആരാധക വൃന്ദം തന്നെയുണ്ടല്ലോ. അവർ പറയുന്ന കാര്യം, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ഭംഗിയായിട്ട് സംഘടനാ സെറ്റപ്പോട് കൂടി നടത്തിക്കൊണ്ട് പോകുവാൻ സാധിച്ചത് അത് KC വേണുഗോപാലിൻ്റെ മിടുക്കാണെന്നാണ്. അവിടെ പണം ഒഴുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പണം ഇറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് KC വേണുഗോപാലിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് KCയുടെ മിടുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിപാഠകർ വന്നിരിക്കുന്നത്. എക്കാലത്തും കോൺഗ്രസ് കൾച്ചറിൽ സ്തുതിപാഠകരുടെ ഒരു വലിയ ബാഹുല്യമുണ്ടായിരുന്നു. ഈ അണിയറയിൽ നിന്ന് ചരട് വലിക്കുക എന്നതല്ലാതെ അരങ്ങത്ത് ഇറങ്ങി കളിക്കാനൊക്കെ പലപ്പോഴും തയ്യാറാവാത്ത പല സ്തുതിപാഠകരുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലാണ് ഡി ഫാക്ടോ ഹൈക്കമാൻഡിനെ കൊണ്ടുപോയി നടക്കുന്നത്. അത് കൊണ്ടു നടക്കുന്നത് KCയാണ്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് പല സൗഭാഗ്യങ്ങളും ലഭിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ VD സതീശനോടോ പറഞ്ഞാൽ ലഭിക്കുന്നതിനേക്കാൾ സംഘടനയ്ക്കുള്ളിലോ എന്തെങ്കിലും സ്ഥാനങ്ങൾ, മറ്റ് സ്ഥാനങ്ങളോ എല്ലാം ലഭിക്കാൻ നല്ലത് KCയുമായ ചങ്ങാത്തമാണ് എന്നതാണ് KCയെ ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ചേതോവികാരം. ഇത് നോക്കൂ, ആരോഗ്യപരമായ ഒരു അതിർവരമ്പ് ആവശ്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. സംഘടനാ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പാർലമെൻ്ററി പാർട്ടി, നിയമസഭാ സാമാജികരുടെ പാർലമെൻ്ററി പാർട്ടി, ലോക്സഭാ സാമാജികരുടെ പാർലമെൻ്ററി പാർട്ടി, ഇനി പാർലമെൻ്ററി പാർട്ടിയിലൊന്നും ഇല്ലാത്ത നേതാക്കന്മാർ, ഇവരൊക്കെ തമ്മിലുള്ള ആരോഗ്യപരമായ ഒരു ഫീഫ്ഡം, അധികാര വിഭജനം അത് ആവശ്യമല്ലേ? ഇവിടെ സംസ്ഥാനത്തിൻ്റെ നേതാക്കളായി ഹൈക്കമാൻഡ് തന്നെ ചുമതലപ്പെടുത്തിയ ആളുകളാണ് രമേശ് ചെന്നിത്തലയും കഴിഞ്ഞ ടേമിൽ, ഈ ടേമിൽ VD സതീശനും. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ കാണുന്നത് ഇവരുടെ മുഖങ്ങളാണ്. അവരുടെ പിന്നിൽ നിന്ന് അവരെ എനേബിൾ ചെയ്യാൻ വേണ്ടി പണം എത്തിച്ചു കൊടുക്കുക, സാഹചര്യങ്ങൾ ഒരുക്കുക, ഹൈക്കമാൻഡിന് സപ്പോർട്ട് ഉറപ്പാക്കുക, അതുമാത്രമായിരുന്നു KC വേണുഗോപാലിൻ്റെ ജോലി. അല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനകീയ മുഖമായി അവതരിപ്പിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണക്കാർ അവതരിപ്പിച്ച ഒരു പേരേ ആയിരുന്നില്ല KC വേണുഗോപാൽ. പക്ഷേ നോക്കൂ, ഒരു പുരുഷായുസിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുപ്രവർത്തകരുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കസേര മുഖ്യമന്ത്രി പദത്തിൽ എത്തിയില്ല എങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമാവില്ല എന്ന ചിന്തയാണ് ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക്. അത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അങ്ങനെ തന്നെയൊക്കെ ആകാം. അവരത് പുറമേ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ല, ആരെക്കൊണ്ടും കാര്യമായി പറയിപ്പിക്കുന്നില്ല. അത് മറ്റൊരു രീതിശാസ്ത്രമാണ്. അവിടെയാണ് ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലാണ് താൻ എന്ന് ഏറെ പേരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുന്നു. ജൈവികമായി പറയുന്നവരുണ്ട്, പറയിപ്പിക്കുന്നവരുണ്ട്. പറയിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും, വെറുതെ എന്തിനു പറയിപ്പിക്കുന്നു എന്ന രീതിയിൽ. PR എക്സസൈസിന് പല
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.